നമുക്ക് ഗൾഫ് നാടുകളിലേക്ക് പോകണം. ജമാൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ചെയ്യുന്നത് ഗൾഫ് നാടുകളിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക എന്നത് തന്നെയാണ്. സ്വാഭാവികമായും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് അവിടെ നിന്ന് തിരികെ പോരാൻ കഴിയാതെ വരുന്ന പശ്ചാത്തലമുണ്ട്. വിമാന സർവീസുകളുടെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം. ജമാൽ, എന്താണ് സാഹചര്യം? ഇന്നലെ രാത്രി എങ്ങനെയാണ് കടന്നുപോയത്? പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ടോ? യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗൾഫിലെ സംഘർഷാവസ്ഥയ്ക്ക് പൊതുവിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഒരു അയവ് വന്നിട്ടുണ്ട്. കാര്യമായ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലൊക്കെ തന്നെയും ഇന്നലെ രാവിലെ തന്നെയും ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിൽ ഇപ്പോൾ ഇതുവരെ ഇന്ന് പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങളോ മറ്റു നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഒരു ആക്രമണം ഉണ്ടാകും എന്നൊരു ഭീതി പൊതുവിലെ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. കാരണം അപ്രതീക്ഷിതമായത് എവിടെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഏറ്റവും പുതിയ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന സർവീസുകൾ ഇപ്പോഴും കാര്യക്ഷമമായിട്ടില്ല എന്നാണ് പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറെ അലട്ടുന്ന ഒരു പ്രശ്നം. വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉള്ളത്. പക്ഷേ അത് വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് ഈ സർവീസുകൾ ഉള്ളത്. പഴയ പോലെ പൂർണ്ണ തോതിലായാൽ മാത്രമേ പ്രവാസി മലയാളികൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനോ തിരിച്ച് നാട്ടിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ സാധിക്കൂ. ഇപ്പോൾ കുറച്ച് സർവീസുകൾ മാത്രമാണുള്ളത്. ആ സർവീസിന് തന്നെ വലിയ തുക നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. 1500 മുതൽ 2500 ദിവസം വരെ 50,000-ഓളം രൂപ വരെ നൽകേണ്ട വൻപറ്റ ചെന്നൈ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടി പ്രവാസി മലയാളികളെ ഏറെ ആശങ്കയിലാക്കുന്നു. പൊതുവിൽ ഗൾഫിൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. സർക്കാർ ഓഫീസുകളും അല്ലെങ്കിൽ ഓഫീസുകളിലും ഹാജരുണ്ട്. ജനങ്ങൾ ധാരാളമായി പുറത്തിറങ്ങുന്നു. പക്ഷെ അപ്പോഴും ഒരു ആശങ്ക എപ്പോഴും ഒരു ഭീതി ഇങ്ങനെയുണ്ട്. ഇങ്ങനെ സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഒരു ഭീതി നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ജാഗ്രത ജനങ്ങൾക്കുണ്ട്. ഈ കുറച്ച് സന്തോഷമൊക്കെ കാണിക്കുമ്പോഴും ഉള്ളിൽ എപ്പോഴും ഒരു ഭീതിയുണ്ട്. ഏത് സമയം ഒരു ആക്രമണം ഉണ്ടാകും. അതിന് ഏത് തരത്തിലാണെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ ചിലപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്താണ് മൊബൈലുകളിൽ ഈ അലർട്ട് മെസ്സേജുകൾ വരിക. ആ മെസ്സേജിൽ എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. ഈ മേൽക്കൂര സ്ഥലങ്ങളിലേക്ക് മാറണം. വാഹനം ഓടിക്കുന്നവർ ഒക്കെ തന്നെ സുരക്ഷിതമായി സുരക്ഷിത സ്ഥലങ്ങളിൽ മാറണം. അതുപോലെ തന്നെ വീടുകളിലേക്ക് കഴിയുന്നവർ അവിടെ തന്നെ തുടരണം തുടങ്ങിയ അറിയിപ്പുകളാണ് വളരെ പെട്ടെന്ന് വരാറ്. അപ്പൊ ആ തരത്തിലുള്ള ഈ മെസ്സേജ് വരുമ്പോൾ അത് ജനങ്ങൾക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ വിമാന സർവീസുകൾ ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സർവീസുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഇപ്പോൾ കൊച്ചിയിലേക്ക് 29 സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഗൾഫ് മേഖലകളിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ ജമാൽ? എന്താണ് കമ്പനികൾ പറയുന്നത്? ഓരോ ദിവസവും വിമാന സർവീസിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, അതുപോലെ ഇൻഡിഗോ, സ്പൈസ്ജെറ്റ്, ഇത്തിഹാദ്, അതുപോലെ എമിറേറ്റ്സ് തുടങ്ങിയ വിമാന കമ്പനികളൊക്കെ തന്നെയും ഓരോ ദിവസവും സർവീസൊക്കെ കൂട്ടി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ഇവിടുന്നുള്ള ഈ അനുഭവം. കാരണം ഒരുപാട് പേർ നാട്ടിലേക്ക് മടങ്ങാനുണ്ട്. അതുപോലെ ഗൾഫിലുള്ള ആളുകൾ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരേണ്ടതുണ്ട്. ഈ പലരും പോലെ തന്നെ ആക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് ആ കരുതുന്നത്. മാത്രമല്ല ഏത് സമയവും ഈ സർവീസ് നിലയ്ക്കുമോ എന്നൊരു ആശങ്ക ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ദുബായ് എയർപോർട്ടിൽ നിന്നുള്ള സർവീസുകൾ പെട്ടെന്ന് അവസാനിക്കുകയും പക്ഷെ പിന്നീട് അത് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഏത് സമയം ഈ സർവീസ് നിലയ്ക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ കാരണം വിമാന സർവീസ് നിലയ്ക്കുമോ എന്നൊരു ആശങ്ക കൂടി പ്രവാസികൾ അറിയിക്കുന്നുണ്ട്. ശരിയായാലും ഇതൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി കടന്നു പോകുന്നത് വലിയ ആശങ്കകളില്ലാതെയാണ്. കാര്യമായ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ജനജീവിതം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. സാധാരണഗതിയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരാശങ്കയുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നൊരു ആശങ്ക അവിടെയുള്ള മനുഷ്യർക്കുണ്ട്. പക്ഷേ അതിനിടയിലും അവിടുത്തെ മനുഷ്യർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാന സർവീസുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം
എന്ന് പറയുന്നത് ഈ വിമാന ടിക്കറ്റുകളുടെ അമിതമായ ചാർജാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർണായകമായ ഒരു സാഹചര്യത്തിൽ വിമാന കമ്പനികൾ സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിക്കുന്ന മറ്റൊരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നതാണ്. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രവാസികളുടെ ആവശ്യമെന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും പ്രധാനപ്പെട്ടത് തന്നെയാണ്.